ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊരു ചിക്കൻ ഫ്രൈ ആണോ എന്ന്. ചിക്കൻ ഫ്രൈ അല്ല കേട്ടോ. ചിക്കൻ ഫ്രൈ പോലെ ഇരിക്കുന്ന നമ്മുടെ മീൻ പൊരിച്ചതാണിത്. വറ്റ എന്ന് പറയുന്ന മീനാണ് ഞാനിപ്പോൾ പൊരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് സാധാരണ നമ്മൾ മീൻ പൊരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യസ്തമായിട്ട് ചേർക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ മീൻ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മീൻ പൊരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മീൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഫ്രഷ് കുരുമുളക് ഉണ്ടെങ്കിൽ, പൊടിക്കാത്ത കുരുമുളക് ഉണ്ടെങ്കിൽ നമുക്ക് ആ കുരുമുളക് ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതിപ്പോൾ കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഉള്ളി ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇത്രയുള്ളൊരു ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ഒന്ന് ഉണങ്ങി തുടങ്ങിയതാണ്. അപ്പോൾ ഒരു തണ്ട് ചെറിയ കറിവേപ്പില മതി കേട്ടോ. ഒരു ചെറിയ തണ്ട് കറിവേപ്പില മതി, 5-6 ഇതുള്ള മതി. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയും വിനാഗിരിയും ഒക്കെയാണ്. വിനാഗിരിക്ക് പകരമായിട്ട് നമുക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കോൺഫ്ലവർ. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം, താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. നമുക്ക് അരയ്ക്കാനുള്ളതായതുകൊണ്ട് വലിയ പീസുകളായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉള്ളിയാണെങ്കിൽ ഒരു 10 ഉള്ളി വരെ ചേർക്കാം കേട്ടോ. ഇഞ്ചിയും ചേർക്കാം. ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ പച്ചമുളകും, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുരുമുളകാണെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് എടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, അപ്പോൾ അധികം എരിവുണ്ടാവില്ല. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ചേർത്തിട്ട് അരച്ചെടുക്കാം. ചെറുനാരങ്ങ ആണെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. പോരാത്തത് നമുക്ക് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ നമ്മളിതൊന്ന് അരഞ്ഞു വന്നു കഴിയുമ്പോൾ ഉപ്പ് ചേർത്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ദാ ഇതുപോലൊരു പേസ്റ്റ് ആയിട്ടാണ് അരഞ്ഞു വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് മീനിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഈ പേസ്റ്റ് മീനിലേക്ക് ചേർക്കാണ്. വേറെ പാത്രമൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഒരു പാത്രത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് വലിയ പാത്രത്തിലാണ് മീൻ എടുത്ത് വെച്ചിരുന്നത്. അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ റെഡിയാക്കിയ പേസ്റ്റ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ കുറച്ചൊരു 2-3 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ടില്ല നമ്മളിതുവരെ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്, ഓപ്ഷനിലാണെന്ന്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മീൻ ഫ്രൈ കിട്ടും. അപ്പോൾ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഉണ്ടല്ലോ, അപ്പത്തിൻ്റെ പാകത്തിലുള്ള അരിപ്പൊടി, അത് ചേർത്താലും മതി. അപ്പത്തിൻ്റെ പാകത്തിൽ അല്ലെങ്കിൽ പത്തിരിയുടെ പാകത്തിലുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട്. മീനൊന്ന് വരഞ്ഞു കൊടുത്താൽ മീനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വരുള്ളൂ കേട്ടോ. കുറച്ച് മസാല കൂടുതലായിരിക്കും. മസാലയിലൊന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. മസാല കുറച്ച് കൂടുതലാണ്, അപ്പോൾ കുറച്ചുകൂടി കോൺഫ്ലവർ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മീൻ വരഞ്ഞിരിക്കുന്ന ഈ വരയലിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മൾ പൊരിക്കുമ്പോൾ ഈ മസാലയൊന്ന് മീനിൻ്റെ മുകളിൽ നന്നായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ പുരട്ടി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് അരമണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ഇല്ലെങ്കിൽ മീനിലേക്ക് ആ ഉപ്പ് എരിവൊന്നും പിടിച്ചു വരില്ല. നമ്മുടെ കറിവേപ്പിലയുടെ ഫ്ലേവറും അതുപോലെ ഇഞ്ചിയുടെ ടേസ്റ്റും ഒക്കെ ഒന്ന് പിടിച്ചു വരണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അതിലും കൂടുതൽ സമയം വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കട്ടെ. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് മീൻ പൊരിച്ചെടുക്കാം. നമ്മളിപ്പോൾ മീൻ പൊരിക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പച്ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം ഉണ്ടാക്കുന്ന അപ്പച്ചട്ടി എല്ലാം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അപ്പച്ചട്ടിയാണിത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 4-5 ഇതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കുക. കറിവേപ്പില പൊട്ടി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് മീൻ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് എളുപ്പത്തിൽ വെച്ച് കൊടുക്കാൻ പറ്റും. കറിവേപ്പില പൊട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ തെറിക്കും.
മീനിൽ നന്നായിട്ട് മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ മീൻ വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ വലിയ ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു സമയത്ത് ഒരു 4-5 മീൻ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഒരു 3 മീനാണ് ഒരു സമയത്ത് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് മീനിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാലയും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. കുറച്ച് സമയമെടുക്കും. നമ്മൾ മത്തിയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ അല്ല, അതിനേക്കാൾ കുറച്ച് കൂടുതൽ സമയമെടുക്കും. മത്തിയാകുമ്പോൾ വളരെ ചെറുതല്ലേ, ഇത് അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടിയ മീനാണ്. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ മീനിപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ തിരിച്ചിടായിരിക്കും എളുപ്പം. കോൺഫ്ലവറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 പീസും തിരിച്ചിട്ടുണ്ട്. ഈ സൈഡും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം പൊരിച്ച് കഴിഞ്ഞു. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി കഴിക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ രീതിയിൽ കോൺഫ്ലവറൊക്കെ ചേർത്ത് നിങ്ങൾ മീൻ പൊരിച്ചത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഒരു ലൈക്ക് തരാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.